സുജൂദിലാണെങ്കിൽ ആ സുജൂദിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് 2 മുട്ടുംകാലാണ് ആദ്യം കുത്തേണ്ടത്, കയ്യല്ല. മുട്ടുംകാൽ കുത്തി പോകണം. മുട്ടിന് വേദനയും പ്രയാസമൊക്കെ ഉള്ള ആളുകൾക്ക് അത് പ്രയാസമുണ്ട്. അപ്പോൾ അവർക്ക് കൈ കുത്തുന്നതിന് പ്രശ്നമല്ല. ബുദ്ധിമുട്ടില്ലാത്ത 2 മുട്ടുംകാൽ കുത്തിപ്പോകണം. അത് നമുക്ക് മസിലിനൊക്കെ നല്ലതാണ്, നല്ലൊരു വ്യായാമമാണത്. നിങ്ങൾ അങ്ങനെയായിട്ട് പോകുമ്പോൾ തന്നെ നമുക്കത് അതിൻ്റെ ഒരു വിവരം അങ്ങോട്ട് അറിയും അല്ലേ. നമ്മളെ കാലിൻ്റെ മസിലൊക്കെ ഒന്ന് വലിയും, അപ്പം നല്ലൊരു വ്യായാമം കിട്ടും. അതേ സമയത്ത് അതന്നെ കയ്യുത്തി പോയാൽ അതിൻ്റെ ആ ഗുണം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 2 കൈ നിലത്ത് വെക്കണം. എവിടെയാണ് കൈ വെക്കേണ്ടത്? സുജൂദിൽ. പല ആളുകളും പള്ളൻ്റെ അടുത്തോ തൊടൻ്റെ അടുത്തോ അടിമ്പടിയൊക്കെ കൈ വെക്കലുണ്ട്. അതല്ല, നമ്മൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോഴും തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത് അല്ലേ. ചെവിക്കുന്നിന്റെ നേരെ ഏത് വരണം? നമ്മളെ പെരുവിരൽ വരണം. അങ്ങനെയാണ്. ഇതേ സ്ഥലത്താണ് സുജൂദിലും കൈയ്യൊക്കെയുണ്ട്. അപ്പൊ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആ കൈയിന്റെ നടുവിലാണ് നമ്മളെ തല വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ചുമലിന്റെ നേരെ ആവുക. അങ്ങനെ സുജൂദിൽ കൈവെക്കണം. കൈവെക്കുമ്പം തന്നെ ചില ആൾക്കാർ കാണാം ഈ കൈ ഒന്നായിട്ട് നിലത്തമർത്തി വെക്കും, ആമ കിടക്കണമായി അല്ലേ. അത് പറ്റൂല. ഉള്ളം കൈ മാത്രം നിലത്തമർന്നാൽ മതി, ബാക്കി എന്ത് ചെയ്യണം? പൊങ്ങി നിൽക്കണം. അതോടൊപ്പം ആണുങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ 2 കൈ ഇങ്ങനെ 2 പാർശ്വത്തിലേക്ക് മാറണം. അങ്ങനെ പള്ളനോട് ചേർത്ത് വെക്കാൻ പറ്റൂല. അത് പെണ്ണുങ്ങൾ അങ്ങനെ വെക്കണ്ട്. പെണ്ണുങ്ങൾ പരമാവധി അടങ്ങിക്കാന്നുള്ള, ഒതുങ്ങിക്കാന്നുള്ള. അതുകൊണ്ട് ഓലും ഇങ്ങനെ ചേർത്ത് വെക്കണം. ആണുങ്ങൾ ലേശം ഇങ്ങനെ അകത്തിയാ വെക്കണ്ട. അതുപോലെ വയറ് കൊണ്ടുപോയിട്ടൊന്നായിട്ട് തുടമക്ക് ജാമാക്കരുത്, അത് പൊക്കി പിടിക്കണം. കാലിന്റെ 2 കാലുകൾ തമ്മിൽ 1 ചാണ അകലം വെക്കണം. 1 ചാണ അകലം ഉണ്ടായിരിക്കണം 2 കാലുകൾ. രണ്ടിങ്ങനെ ഒന്നുമേലൊന്നിങ്ങനെ മുട്ടിയേക്കണമല്ലോ, അത് പറ്റൂല. 2 ചാണ അകലത്തിൽ വെക്കണം. പരമാവധി വിരലുകളിലൊക്കെ പള്ളകൾ നിലത്ത് കുത്താൻ വേണ്ടി ശ്രമിക്കണം. കുറച്ചെങ്കിലും കുത്തിയാലേ നമ്മളെ സുജൂദ് സ്വഹിയാവുള്ളൂ. കണ്ണ് തുറന്നു പിടിച്ചാണ് സുജൂദ് ചെയ്യേണ്ടത്. സുജൂദിൽ എന്ത് ചെയ്യരുത്? കണ്ണടക്കണ്ട, കണ്ണ് തുറന്നു പിടിക്കുക. ഈ സുജൂദ് എങ്ങാനും നമ്മൾ ഒരു 11 തവണ സുബ്ഹാന റബ്ബിയൽ അലാ ബിഹംദിഹി എന്ന് ചൊല്ലിയിട്ട് നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ ഇപ്പോഴതാ നമ്മളെ ഹാർട്ടിൽ നിന്ന് യഥേഷ്ടം രക്തം വന്ന് നമ്മളെ തലച്ചോറിൽ എത്തിച്ചേരും. ഏതുപോലെ? വീടിന്റെ മുകളിൽ നമ്മൾ സ്ഥാപിച്ച വാട്ടർ ടാങ്കിൽ നിന്ന് താഴെ ഫിറ്റ് ചെയ്ത വാട്ടർ ടാപ്പിലേക്ക് വെള്ളം വരുന്നത് പോലെ ശക്തമായി രക്തത്തിന്റെ പ്രവാഹമുണ്ടാകും. ഇത് നമുക്ക് നല്ല ഉണർവ്, ഉന്മേഷം, ഓർമ്മശക്തി, ബുദ്ധിശക്തി, ശരീരങ്ങൾക്കൊക്കെ ചലനശേഷി ഇതെല്ലാം കൂടാൻ കാരണമാകും.